ഗുഡ് മോർണിംഗ് എവരി വൺ. ആദ്യം തന്നെ മൈൻഡ്ഫുൾ ക്ലബ്ബ് എന്നുള്ള നമ്മുടെ ഈ ഒരു കമ്മ്യൂണിറ്റിയിലേക്ക്, പ്ലാറ്റ്ഫോമിലേക്ക് എല്ലാവരെയും വെൽക്കം ചെയ്യാണ്. നമ്മളിങ്ങനെ 21 ഡേയ്സ് ഒരു ഇതുപോലെ ഒരു മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട്, മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മിഷനാണ് നമ്മളിവിടെ സെറ്റ് ചെയ്തത്. സോ എല്ലാവരും കറക്റ്റ് ടൈമിൽ തന്നെ ജോയിൻ ചെയ്തതിൽ നമ്മൾ സ്വയം നമ്മളെ പരസ്പരം കൺഗ്രാജുലേറ്റ് ചെയ്യാണ്. കാര്യം നമ്മൾക്ക് വേണ്ടിയിട്ട് ഒരു ദിവസത്തിന്റെ ഏറ്റവും സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഒരു ഹാഫ് ആൻ അവർ നമ്മൾക്ക് ഗിഫ്റ്റ് ചെയ്തു എന്ന അർത്ഥത്തിൽ സ്വന്തമായിട്ട് നമ്മൾ പ്രൗഡ് ആവുക, നമ്മൾ സ്വയം കൺഗ്രാജുലേറ്റ് ചെയ്യുക. നമുക്കറിയാം, നമ്മൾ ഇങ്ങനെ ഒരു ഇനീഷ്യേറ്റീവ് എടുക്കാനുണ്ടായ ഒരു കാരണം, കുറച്ച് വിദ്യാർത്ഥികളുമായിട്ട് കഴിഞ്ഞൊരു മാസം മുന്നേ നമ്മളൊരു സെഷന് അറ്റൻഡ് ചെയ്യാണ്ടായി. ആ സമയത്താണ് എന്തുമാത്രം സ്ട്രെസ്സും സ്ട്രെയിനും ഇങ്ങനെ ഒരു ആങ്സൈറ്റിയും ഒക്കെയാണ് പാരന്റ്സ് ആണെങ്കിലും ടീച്ചേഴ്സ് ആണെങ്കിലും സീരിയസ് ആയിട്ട് എക്സാമിനെ ഫേസ് ചെയ്യുന്ന ആളുകളൊക്കെ എന്തുമാത്രം ഒരു സ്ട്രെസ്സിലാണ് മുന്നോട്ട് പോകുന്നത് എന്നുള്ള ആ ഒരു എക്സ്പീരിയൻസ് എന്നാണ് ആക്ച്വലി ഇങ്ങനെ ഒരു മൈൻഡ്ഫുൾനെസ്, അല്ലെങ്കിൽ നമുക്ക് മൈൻഡ്ഫുൾനെസ്സിന്റെ ഒരു പ്രാക്ടീസ് അല്ലെങ്കിൽ മൈൻഡ്ഫുൾനെസ് എന്നുള്ള എക്സ്പീരിയൻസ് നമ്മൾ എന്തുമാത്രം അത് ഇമ്പോർട്ടന്റ് ആണ് എന്നുള്ള ഒരു തോട്ട് എന്നാണ് ഇങ്ങനൊരു ഇനീഷ്യേറ്റീവ് ഉണ്ടാവുന്നത്. സോ എക്സാമിന് ഈ ഒരു ആങ്സൈറ്റിയും അതുപോലെ തന്നെ ഫിയർ ഒന്നും ഇല്ലാണ്ട് വളരെ കാമായിട്ടും വളരെ റിലാക്സ്ഡ് ആയിട്ടും എങ്ങനെ ഫേസ് ചെയ്യാം എന്നുള്ളൊരു എക്സ്പീരിയൻസ് ഇപ്രാവശ്യം ഒരു പുതിയൊരു എക്സ്പീരിയൻസ്. ചിലപ്പം ഇത്രയും കാലം നമ്മൾ വളരെ സ്ട്രെസ്സോട് കൂടിയിട്ടും ആങ്സൈറ്റിയോട് കൂടിയിട്ടുമാണ് എക്സാമിനെ ഫേസ് ചെയ്തെന്നുണ്ടെങ്കിൽ വളരെ റിലാക്സ്ഡ് ആയിട്ടും കാമായിട്ടും ഈ എക്സാമിനെ ഫേസ് ചെയ്യാനുള്ള ഒരു എക്സ്പീരിയൻസ് ഇത്തവണത്തെ എക്സാമിൽ ഉണ്ടാവണം, അല്ലെങ്കിൽ അങ്ങനെ കുറച്ച് പേർക്കെങ്കിലും ആ ഒരു എക്സ്പീരിയൻസ് കൊടുക്കണം എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ ഇങ്ങനെ ഒരു വളരെ ചെറിയൊരു തുടക്കമാണ്. സോ നമ്മളിങ്ങനെ ഒരു കാര്യം അനൗൺസ് ചെയ്തപ്പം വിത്തൗട്ട് എനി എന്താ പറയാ ഒരു മുൻധാരണകളോ അല്ലെ കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് വളരെ ഓപ്പൺ ആയിട്ട് ഇങ്ങനെ ഒരു സെഷനിൽ അറ്റൻഡ് ചെയ്ത് എല്ലാവരെയും ആക്ച്വലി ഹൃദയത്തിന്റെ ഭാഷയിൽ എല്ലാവരെയും വെൽക്കം ചെയ്യാണ്, എല്ലാവരോടും ഗ്രാറ്റിറ്റ്യൂഡ് പറയാണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ആക്ച്വലി ഇന്നത്തെ മെഡിറ്റേഷൻ സെഷൻ ലീഡ് ചെയ്യുന്നത് മെഡിറ്റേഷൻ കോച്ചും പാരന്റ് കോച്ചും ആയിട്ടുള്ള റിൻഷിന മാം ആണ്. സോ ഇന്നത്തെ മെഡിറ്റേഷൻ സെഷൻ നമ്മൾ കൂടുതൽ സമയം ചെലവഴിക്കാതെ അല്ലെങ്കിൽ വേഗം തന്നെ മെഡിറ്റേഷനിലേക്ക് പോവുക എന്നുള്ളതാണ്. സോ ഒരു 5 മിനിറ്റ് നമ്മൾ കുറച്ചും കൂടെ ആളുകൾ ജോയിൻ ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്തു. ഒരുപാട് ആളുകൾ ജോയിൻ ചെയ്തിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. സോ എന്താണ് ഇന്നത്തെ മെഡിറ്റേഷന്റെ പ്രത്യേകത എന്ന് ചോദിക്കുകയാണെങ്കിൽ, നമ്മൾ ഇന്ന് ശരിക്കും ഗ്യാദർ ചെയ്യുന്നത് സ്റ്റുഡൻസ് ആയിട്ടുള്ള ആളുകളാണ് ഇവിടെ കൂടുതലും ജോയിൻ ചെയ്തിട്ടുള്ളതെന്നാണ് മനസ്സിലാക്കുന്നത്. കാര്യം മെഡിറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് കണ്ണടക്കുക, ശ്വാസത്തിൽ ശ്രദ്ധിക്കുക എന്നുള്ളതിൽ ഇത് ആക്ച്വലി ഒരു പ്രാക്ടീസ് ആണ്. ഇത് റെഗുലർ ആയിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ, നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, നമ്മളൊരു ഫിസിക്കൽ ഫിറ്റ്നസ് ജിമ്മിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ജിമ്മിൽ പോകുന്ന ആളുകൾക്ക് അതിന്റെ ഒരു എക്സ്പീരിയൻസ് അറിയാൻ പറ്റുന്നുണ്ടാവും. കാരണം ഒരു ദിവസമോ 2 ദിവസമോ നമ്മൾ പോകുന്നതോട് കൂടിയിട്ട് വലിയൊരു ചേഞ്ച് ഒന്നും ഉണ്ടാവില്ല. പക്ഷെ നമുക്ക് ഒരു റിഫ്രഷ്മെന്റ് ഒക്കെ ജസ്റ്റ് തുടങ്ങിയിട്ടുണ്ടാവും 2-3 ദിവസം പോകുമ്പോൾ. പക്ഷെ വളരെ റെഗുലർ ആയിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മൾ കൃത്യമായിട്ടുള്ള ഒരു ഫോക്കസോട് കൂടിയിട്ടും കൃത്യമായിട്ട് നമ്മൾ അവിടുന്ന് എന്താണ് നമുക്ക് കൃത്യമായിട്ട് വേണ്ടത് എന്നുള്ള ഓരോരുത്തർക്കും ഓരോ ഉദ്ദേശമായിരിക്കും. ഫിറ്റ്നസ് പോകുമ്പോൾ ചിലർക്ക് ഭയങ്കരമായിട്ടുള്ള ബോഡി ബിൽഡിംഗ് ആയിരിക്കും, ചിലർക്ക് ഫിറ്റ്നസ് ആയിരിക്കും, ചിലർക്ക് കുറച്ചും കൂടെ ഒരു ശരീരത്തിന് കുറച്ചും കൂടെ ആയാസം ഉണ്ടാവുക. അങ്ങനെ എന്താണ് അതിന് ഇന്റൻഷൻ സെറ്റ് ചെയ്യുന്നത്, അതിനനുസരിച്ചായിരിക്കും അവർക്ക് ആ കാര്യങ്ങളോടുള്ള കമ്മിറ്റ്മെന്റ്. സോ ഇന്ന് നമ്മളിവിടെ സെഷൻ തുടങ്ങുമ്പോൾ എനിക്ക് പ്രത്യേകം പറയാനുള്ള കാര്യം, വളരെ സ്ട്രോങ് ആയിട്ടുള്ള, അല്ലെങ്കിൽ എന്താണ് നമ്മൾ ഇവിടെ നിന്ന് വന്നിരിക്കുന്നതിന്റെ കാരണം എന്നുള്ളത് തിരിച്ച് നമ്മളൊരു ചോദ്യം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാകുന്നുണ്ടാവും. സോ കൃത്യമായിട്ടുള്ള ഒരു ഇന്റൻഷൻ സെറ്റ് ചെയ്തുകൊണ്ട് നമ്മളിവിടെ ഇരിക്കുക. സോ ആ ഇന്റൻഷന്റെ സ്ട്രെങ്ത് അല്ലെങ്കിൽ ഇന്റൻഷന്റെ ഒരു ഇന്റൻസിറ്റി എന്തുമാത്രമാണോ അതിനനുസരിച്ചിട്ടായിരിക്കും നമുക്ക് ഈ ഒരു ജേർണിയിൽ നമുക്ക് റിസൾട്ട് കിട്ടുന്നുണ്ടാവുക. സോ പ്രത്യേകിച്ച് നമ്മൾ എക്സാം സെൻട്രിക് ആയിട്ടാണ് ഈ ഒരു
ഗ്യാതറിങ്, ഇങ്ങനെ ഒരു കമ്മ്യൂണിറ്റി ഒക്കെ നമ്മൾ ഉണ്ടാവുന്നത്. സോ അതുകൊണ്ട് തന്നെ കൃത്യമായ ഒരു ഇന്റൻഷൻ സെറ്റ് ചെയ്തിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. രണ്ടാമത്തെ കാര്യം, ഞാൻ ജിമ്മിന് എക്സാമ്പിൾ പറയാൻ കാര്യം, എല്ലാ ദിവസവും കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്ത് വരുമ്പോൾ മാത്രമാണ് നമ്മൾക്ക് അതിനകത്ത് ഒരു കൃത്യമായിട്ടുള്ള ഒരു ചേഞ്ച് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടാവുക. സോ ഇന്നത്തെ ഒരു ഹാഫ് ആൻ അവർ എന്ന് പറയുന്നത് നമ്മൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സെൽഫിന് വേണ്ടിയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ്. ഇതുപോലെ റെഗുലർ ആയിട്ട് നമ്മൾ ഈ ഒരു 21 ഡേയ്സ് കണ്ടിന്യൂ ചെയ്യുന്നിടത്താണ് ഈ ഒരു ഗെയിമിന്റെ അല്ലെ ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസിന്റെ നമ്മുടെ മൈൻഡ്ഫുൾനെസ് എന്നുള്ള ഒരു ജേർണിയിലേക്ക് നമ്മൾ കിടക്കുന്നുണ്ടാവുക. പറയാറുണ്ട്, സയന്റിഫിക്കലി പറയാറുണ്ട്, ഏതൊരു ഹാബിറ്റും നമ്മൾ 21 ഡേയ്സ് റിപ്പീറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്കതൊരു, അല്ലെങ്കിൽ ഏതൊരു ശീലം അല്ലെങ്കിൽ ഏതൊരു പുതിയ ശീലം ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ നമ്മളത് 21 ഡേയ്സ് മിനിമം പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മുടെ ശീലമായിട്ട് മാറുമെന്ന് പറയാറുണ്ട്. സോ ഇതൊരു 21 ഡേയ്സ് വളരെ നല്ല ഇന്റൻസിറ്റിയിൽ പ്രോപ്പർ ആയിട്ടുള്ള ഇന്റൻഷനോട് കൂടിയിട്ട് എല്ലാവർക്കും അത് അച്ചീവ് ചെയ്യാൻ പറ്റട്ടെ. വളരെ പ്യൂർ ആയിട്ടുള്ള ഇന്റൻഷനിലാണ് നമ്മൾ ഇങ്ങനെ ഒരു ഇനിഷ്യേറ്റീവ് എടുക്കുന്നത്. ഇത് ചെയ്യുന്ന നമ്മൾക്കാണെങ്കിലും നമ്മളെ കൂടെ ഇങ്ങനെ ഒരു ജേർണിയിൽ യാത്ര ചെയ്യുന്ന ആളുകൾക്കാണെങ്കിലും എല്ലാവർക്കും റിയൽ ആയിട്ടുള്ള ഒരു മൈൻഡ്ഫുൾനെസ് എന്താണ്, മൈൻഡിന്റെ റിയൽ ആയിട്ടുള്ള ഒരു പവർ എന്താണ്, ആ പവർ എങ്ങനെയാണ് പ്രോപ്പർ ആയിട്ട് യൂസ് ചെയ്യുക എന്നുള്ള ഒരു എക്സ്പീരിയൻസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ കാര്യം ചെയ്യുന്നത്. ഇനി നീട്ടിക്കൊണ്ടുപോകുന്നില്ല, എല്ലാവരും ജോയിൻ ചെയ്തതിൽ വളരെ സന്തോഷം. സോ ഇറ്റ്സ് മൈ ഹോണർ and privilege to welcome Rinshina ma'am to lead this session. Thank you so much. Hey, hello everyone, good morning. So നിങ്ങൾക്ക് ചാറ്റിൽ റെസ്പോണ്ട് ചെയ്യാം. എല്ലാവരും മെഡിറ്റേഷന് റെഡി ആണോ? Okay, thank you so much. Okay, thank you so much, Fatima. സോ മെഡിറ്റേഷന് ഫസ്റ്റ് ടൈം ചെയ്യുന്ന ആളുകളുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. നമ്മൾ കുറച്ചും കൂടെ ഫോക്കസ് കിട്ടാൻ, കുറച്ചും കൂടെ റിലാക്സ്ഡ് ആവാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ടൂളാണ്. നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യുന്നു, ഞാൻ കുറച്ച് സജഷൻസ് തരും, നമ്മൾ അതിനനുസരിച്ച് നമ്മുടെ മൈൻഡിനെ കൊണ്ടുപോവാണ്. ജസ്റ്റ് ഐസ് ക്ലോസ് ചെയ്ത് കുറച്ച് കാം ആയിട്ടിരുന്ന് റിലാക്സ്ഡ് ആയിട്ടിരുന്നിട്ടാണ് നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുന്നത്. സോ ഫസ്റ്റ് ടൈം ചെയ്യുന്ന ആളുകളുണ്ടെങ്കിൽ ഡിസ്ട്രാക്ഷൻസ് വന്നു കഴിഞ്ഞാലും കുഴപ്പമില്ല. ജസ്റ്റ് നിങ്ങളെ തന്നെ അതിലൊന്ന് ഇട്ട് കൊടുക്കുക എന്ന് പറഞ്ഞ പോലെ നിങ്ങൾ അതിലൊന്ന് ജസ്റ്റ് ഒന്ന് ഇരിക്കാം, ജസ്റ്റ് അതിലൂടെ ഒന്ന് പാസ് ചെയ്ത് പോവാ. നമ്മൾ ഡേ ബൈ ഡേ ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് ഒരുപാട് വിസിബിൾ ആയിട്ടുള്ള റിസൾട്ടുകൾ കിട്ടും എന്നുള്ളതാണ്. നമുക്ക് ഡെയിലി ഉണ്ടാകുന്ന സ്ട്രെസ്സുകള്, തിരക്ക് പിടിച്ച ഒരു അവസ്ഥകള്, ഇതിൽ നിന്നൊക്കെ ചെറിയ ചെറിയ വിസിബിൾ ആയിട്ടുള്ള റിസൾട്ടുകൾ നമുക്ക് കുറച്ച് ദിവസം പ്രാക്ടീസ് ചെയ്യുമ്പോഴേക്കും കിട്ടും എന്നുള്ളതാണ്. സോ ഫസ്റ്റ് ടൈം ചെയ്യുന്ന ആളുകൾ ഉണ്ടെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ കൺഗ്രാറ്റുലേഷൻസ്, കാരണം നിങ്ങൾ ഈ ഒരു സ്റ്റെപ്പിലേക്ക് എത്തി. ഇനി നിങ്ങൾ ഇത് പ്രാക്ടീസ് ചെയ്ത് മുന്നോട്ട് ഡെയിലി ഒരു ഹാബിറ്റ് ആയിട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ്. സോ യെസ്, ലെറ്റ്സ് ഗെറ്റ് റെഡി. എന്ത് ചെയ്യുക, നിങ്ങൾ റിലാക്സ്ഡ് ആയിട്ടുള്ള ഒരു പൊസിഷനിൽ ഇരിക്കുക. കിടക്കുന്നത് ഐ വിൽ നോട്ട് റെക്കമെൻഡ്, നിങ്ങൾ ഇരിക്കണം. ജസ്റ്റ് സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് ഇരിക്കുക. ടെൻഷൻസ് ഒന്നും കൊടുക്കണ്ട, ബോഡിയിൽ നോ ടെൻഷൻസ്, ജസ്റ്റ് റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കുക കേട്ടോ. ഓക്കെ, എല്ലാവരും റിലാക്സ്ഡ് ആയിട്ട് ഒരു പൊസിഷനിൽ ഇരുന്നിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു. എവിടെയെങ്കിലും ബോഡിയിൽ എവിടെയെങ്കിലും ടെൻഷൻസ് ഉണ്ടെങ്കിൽ ജസ്റ്റ് അതൊക്കെ റിലാക്സ് ചെയ്യാം. സ്ലോലി നിങ്ങൾക്ക് നിങ്ങളുടെ ശ്വാസത്തിലും നിങ്ങളുടെ ശരീരത്തിലും ഒക്കെ ഒന്ന് അവെയർ ആവാം. ജസ്റ്റ് ബി അവെയർ ഓഫ് യുവർ ബോഡി. നിങ്ങൾ ഇരിക്കുന്ന സ്ഥലം, നിങ്ങളുടെ ചുറ്റുമുള്ള സാധനങ്ങൾ, ജസ്റ്റ് അതിലൊക്കെ ഒന്ന് അവെയർ ആവാം. ജസ്റ്റ് വാച്ച് യുവർ സറൗണ്ടിങ്സ്. നിങ്ങൾക്ക് നിങ്ങളുടെ ചുറ്റും ജസ്റ്റ് ഒന്ന് നോക്കാം. സ്ലോലി കം ടു യുവർ സെൽഫ്. നിങ്ങളിലേക്ക് ശ്രദ്ധ കൊണ്ടുവരാം. സ്ലോലി നിങ്ങൾക്ക് ശ്വാസത്തിൽ ഒന്ന് ശ്രദ്ധിക്കാം. ഫോക്കസ് ഓൺ യുവർ ബ്രെത്ത്.
ആൻഡ് പതിയെ നിങ്ങൾക്ക് നിങ്ങളുടെ കണ്ണുകൾ അടയ്ക്കാം. സ്ലോലി ക്ലോസ് യുവർ ഐസ്. പതിയെ കണ്ണുകൾ അടച്ച് ശ്വാസത്തിലേക്ക് മാത്രം ശ്രദ്ധിക്കാം. ഫോക്കസ് ഓൺ യുവർ ബ്രെത്ത്. Very good. Now take a deep breath in. Hold on and breathe out. ശ്വാസം ഉള്ളിലേക്ക് എടുക്കാം. Hold on and breathe out. Once again, take a deep breath in. Hold on and breathe out. പതിയെ നിങ്ങൾക്ക് നിങ്ങളുടെ ശ്രദ്ധ നിങ്ങളുടെ ശരീരഭാഗങ്ങളിലേക്ക് കൊണ്ടുവരാം. നിങ്ങളുടെ കാലുകൾ, കൈകൾ, ശരീരത്തിന്റെ പുറം ഭാഗം, shoulders, face muscles, ഓരോ ശരീരഭാഗത്തിലേക്കും ശ്രദ്ധ കൊണ്ടുവരുമ്പോൾ ആ ഭാഗം കൂടുതൽ റിലാക്സ്ഡ് ആകുന്നതായി അനുഭവപ്പെടാം. Now you feel completely relaxed. വളരെ റിലാക്സ്ഡ് ആയ ഈ ഒരു അവസ്ഥയിൽ നിങ്ങൾക്ക് ശ്വാസത്തിലേക്ക് ശ്രദ്ധിക്കാം. Take a deep breath in. ശ്വാസം ഉള്ളിലേക്ക് എടുക്കാം. Hold on and breathe out. Once again, take a deep breath in. Hold on and breathe out. പതിയെ നിങ്ങളുടെ ശ്വാസം നിങ്ങളുടേതായ താളത്തിലേക്ക് കൊണ്ടുവരാം. Just breathe in, breathe out.
Now you are completely relaxed and focused. ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ പറയാം, I connect with myself. ഞാൻ എൻ്റെ സ്വയത്തെയുമായി കണക്ട് ചെയ്യുന്നു. I connect with myself. ഞാൻ എൻ്റെ സ്വയത്തെയുമായി കണക്ട് ചെയ്യുന്നു. പതിയെ നിങ്ങൾക്ക് നിങ്ങളുടെ ചിന്തകളിലേക്ക് ശ്രദ്ധ കൊണ്ടുപോകാം. എന്നിലേക്ക് വരുന്ന ചിന്തകളെ അനലൈസ് ചെയ്യാം. എന്തെല്ലാം ചിന്തകളാണ് എന്നിലേക്ക് വരുന്നത്? Just be aware. ഓരോ ചിന്തകളെയും ജസ്റ്റ് ബൈ എന്ന് പറയുമ്പോൾ അത് വാനിഷ് ആകുന്നതായി ഇമാജിൻ ചെയ്യാം. ഡിസ്ട്രാക്ഷൻസ് വരുമ്പോഴൊക്കെ വീണ്ടും ശ്വാസത്തിലേക്ക് ശ്രദ്ധിച്ച് ശ്രദ്ധ തിരിച്ചു കൊണ്ടുവരാം. Now you just focus on your thoughts. ചിന്തകളിലേക്ക് ശ്രദ്ധ കൊണ്ടുപോകാം. ഇപ്പോൾ നിങ്ങളിലേക്ക് വരുന്ന ചിന്തകളുടെ എണ്ണം കുറയുന്നതായി നിങ്ങൾ അറിയുന്നു. Now you are thinking about the thoughts. നിങ്ങൾക്ക് നിങ്ങളുടെ ചിന്തകളെ കുറിച്ച് ചിന്തിച്ചു നോക്കാം. Take some time to think about your thoughts. Very good. Now you are slowly thinking about your blessings. നിങ്ങളിലുള്ള അനുഗ്രഹങ്ങളെ കുറിച്ച് ചിന്തിക്കാം. Things I am grateful for.
ഒരു നിമിഷത്തിൽ എന്നിൽ എന്തെല്ലാം അനുഗ്രഹങ്ങളുണ്ട്. തിങ്ക് അബൌട്ട് ഇറ്റ്. നിങ്ങളുടെ ശരീരം, നിങ്ങൾ എടുക്കുന്ന ശ്വാസം, നിങ്ങളുടെ വീട്, നിങ്ങളുടെ ഫാമിലി, think about the blessings and feel the gratitude. നിങ്ങൾക്ക് ഗ്രാറ്റിറ്റ്യൂഡ് ഫീൽ ചെയ്യാം. ഓരോ അനുഗ്രഹത്തിനെയും മനസ്സിലേക്ക് കൊണ്ടുവന്ന് താങ്ക് യു പറയാം. വെരി ഗുഡ്. ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ താങ്ക് യു പറയാം. ഐ താങ്ക് മൈസെൽഫ്. ഞാൻ എന്നോട് തന്നെ താങ്ക് യു പറയുന്നു. ഐ താങ്ക് മൈസെൽഫ്. അതേ നിങ്ങൾക്ക് നിങ്ങളുടെ ക്രിയേറ്ററിനോട് താങ്ക് യു പറയാം. ഐ താങ്ക് മൈ ക്രിയേറ്റർ ഫോർ ദിസ് ഓപ്പർച്യൂണിറ്റി. ഈ ഒരു അവസരത്തിന് ഞാൻ എൻ്റെ ക്രിയേറ്ററിനോട് താങ്ക് യു പറയുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളിലേക്ക് തിരിച്ചു വരാം. ശ്വാസത്തിലേക്ക് ശ്രദ്ധിക്കാം. Take a deep breath in. Breathe out. Once again, take a deep breath in. Breathe out. സ്ലോലി നിങ്ങൾക്ക് തിരിച്ചു വരാം. ദീർഘമായ ഒരു ശ്വാസം എടുത്തുവിട്ട് സ്ലോലി ഓപ്പൺ യുവർ ഐസ് ആൻഡ് കം ബാക്ക്. നിങ്ങൾക്ക് കണ്ണുകൾ തുറന്ന് തിരിച്ചു വരാം.
ഓക്കെ, നിങ്ങൾ തിരിച്ചെത്തിയിട്ടുള്ള ആളുകൾക്കൊക്കെ ജസ്റ്റ് ഒന്ന് കൈ ഒന്ന് റബ് ചെയ്ത് ഇങ്ങനെ ഒന്ന് ടാപ്പ് ചെയ്യാം കേട്ടോ. സോ തിരിച്ചെത്തിയിട്ടുള്ള ആളുകളൊക്കെ ജസ്റ്റ് ഒന്ന് ചാറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്തേ. ഓക്കെ, ഷിഫ, നൂറ, താങ്ക് യു സോ മച്ച് എവറി വൺ. ഇപ്പോൾ എല്ലാവർക്കും മെഡിറ്റേഷൻ ഹെൽപ്ഫുൾ ആയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. നമ്മൾ ജസ്റ്റ് ഒരു റിലാക്സേഷൻ മെഡിറ്റേഷൻ ആണ് ചെയ്തിട്ടുള്ളത്. ബോഡിയൊക്കെ കംപ്ലീറ്റ്ലി റിലാക്സ്ഡ് ആക്കി നമ്മൾ മൈൻഡിൽ ഫോക്കസ് കൊടുത്തു. ഓൾസോ നമ്മളെ തോട്ട്സിൽ ഒന്ന് അവെയർ ആയി അല്ലെ. നമ്മൾ ഡെയിലി ചിന്തിക്കുന്ന കാര്യങ്ങളിൽ ജസ്റ്റ് ഒന്ന് അവെയർ ആയി കഴിഞ്ഞാൽ തന്നെ നമ്മളുടെ ഫോക്കസ് നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. ഓൾസോ നമ്മൾ ഇന്ന് ഗ്രാറ്റിറ്റ്യൂഡിലേക്ക് ജസ്റ്റ് എൻറ്റർ ചെയ്തു. ഇപ്പൊ ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എപ്പോഴും ഫീൽ ചെയ്യാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് ഫീലിംഗ് എന്ന് പറയാം. ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്, ദ ബെസ്റ്റ് ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഒരു ഗ്രാറ്റിറ്റ്യൂഡിന്റെ ആറ്റിറ്റ്യൂഡാണ്. വിച്ച് മീൻസ് നമ്മളിലേക്കുള്ള ബ്ലെസ്സിങ്സിനെ കുറിച്ചൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ അതിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ഹാപ്പിനെസ് അല്ലെങ്കിൽ ഒരു കാംനെസ് ഫീൽ ചെയ്യാൻ പറ്റും. സ്ലോലി നമ്മൾക്കതൊരു ഹാബിറ്റ് ആക്കി കൊണ്ടുവരുന്ന സമയത്ത് ഇറ്റ് ക്യാൻ ബ്രിങ് മാസീവ് ചേഞ്ച്. ഓക്കെ, സോ ഹോപ്പ് എവറി വൺ എൻജോയ്ഡ് ദ മെഡിറ്റേഷൻ. ഓവർ ടു ദ നെക്സ്റ്റ് ഫേസ്. താങ്ക് യു മാം, താങ്ക് യു സോ മച്ച്. വളരെ പവർഫുൾ ആയിട്ടുള്ള, വളരെ റിലാക്സിങ് ആയിട്ടുള്ള ഒരു സെഷൻ ആയിരുന്നു. എന്താണ് എല്ലാവർക്കും എന്തായിരുന്നു എക്സ്പീരിയൻസ് എന്നുള്ള ചാറ്റ് ബോക്സിൽ പലരും പറഞ്ഞിട്ടുണ്ട്. ഫാത്തിമ, നൂറ, ഫിദ, അംന എല്ലാവരും ഫീഡ്ബാക്കുകളൊക്കെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. സ്വാബിർ, താങ്ക് യു സോ മച്ച്. പ്രത്യേകം ഓർമ്മിപ്പിക്കാനുള്ള ഒരു കാര്യം, നമ്മൾ ഇത് റെഗുലർ ആയിട്ട് ചെയ്യുക എന്നുള്ള ധന്യ, എല്ലാവരോടും താങ്ക്സ്. ഫാത്തിമ, ഷിഫ, താങ്ക് യു സോ മച്ച്. നമ്മൾ ഒരുമിച്ച് ആക്ച്വലി ഇങ്ങനെ ഒരു സെഷന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഒരുമിച്ച് ചെയ്യുമ്പോൾ ഒരു സിനർജി വർക്ക് ചെയ്യുമെന്ന് പറയും. അതായത് നമ്മൾ ഒരു ഒറ്റയ്ക്ക് ചെയ്യുന്നതും കൂട്ടമായിട്ട് ചെയ്യുന്നതിലും നമ്മൾ ഒരുമിച്ച് ചെയ്യുമ്പോൾ നമ്മൾ എല്ലാവരും കൂടെ ഉള്ള ഒരു സിനർജി വർക്ക് ചെയ്യും. സോ ഒറ്റയ്ക്ക് ചെയ്യുന്നതും ഇതുപോലെ ചെയ്യുന്നതും വളരെ വ്യത്യാസമുണ്ട്. അത് നമുക്ക് അടുത്ത ദിവസങ്ങളിൽ നമുക്ക് മനസ്സിലാവുന്നുണ്ടാവും. സോ എല്ലാവരെയും റെഗുലർ ആയിട്ട് നമ്മൾ ഈ സെഷൻ അറ്റൻഡ് ചെയ്യാനും റെഗുലർ ആയിട്ട് ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് എടുക്കാനും ഓർമ്മിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ ജസ്റ്റ് ഒരു നമ്പർ നോട്ട് ചെയ്ത് വെക്കാൻ നന്നാവും. നമ്മളെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാത്ത ആളുകൾക്ക് അല്ലെങ്കിൽ കമ്മ്യൂണിറ്റിയിൽ അപ്ഡേറ്റ്സ് കിട്ടാൻ വേണ്ടിയിട്ടും, അതുപോലെ നമ്മുടെ യൂട്യൂബിന്റെ ലിങ്ക്, ഈ സെഷനൊക്കെ റെക്കോർഡഡ് ആയിട്ട് നമ്മൾ യൂട്യൂബിൽ ഉണ്ടാവും. സോ എവറി ഡേ നിങ്ങൾ അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. ഇൻ കേസ് എന്തെങ്കിലും കാരണം കൊണ്ട് മിസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ യൂട്യൂബിൽ നമ്മുടെ റെക്കോർഡഡ് സെഷൻസ് കേൾക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. സോ ഞാൻ ജസ്റ്റ് ഒരു നമ്പർ ചാറ്റ് ബോക്സിൽ ഇട്ടിട്ടുണ്ട്. ആ നമ്പറിലേക്ക് മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും അപ്ഡേറ്റ്സോ കാര്യങ്ങളോ അറിയണമെന്നുണ്ടെങ്കിൽ ആ നമ്പറിലേക്ക് മെസ്സേജ് ചെയ്താൽ മതി. പലർക്കും ആ നമ്പർ അറിയുന്നുണ്ടാവും, പക്ഷേ കുറച്ച് പേരെടുത്ത നമ്പർ ഉണ്ടാവില്ല, അതുകൊണ്ട് അയക്കാണ്. സോ ഈ നമ്പർ ജസ്റ്റ് നോട്ട് ചെയ്യാം. നമുക്ക് വളരെ പവർഫുൾ ആയിട്ട് എല്ലാ ദിവസവും ഇതുപോലെ ഇരിക്കാം. സോ അടുത്ത ദിവസം കാണാമെന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാണ്. താങ്ക് യു സോ മച്ച്.